ഇതെല്ലാം കേട്ട അസുറ ബീവിയുടെ വേലക്കാരനായ സെയ്ദ് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അവർ പറഞ്ഞു, അസുറ ബീവി, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കാൻ പുറത്തിറങ്ങുമ്പോൾ നീ മുൻവാതിലിലെ ലോക്ക് അയച്ചു മാറ്റണം. പുറത്തു നിന്ന് വാതിൽ തള്ളിയാൽ വാതിൽ തുറയുന്ന രൂപത്തിലാക്കി വെക്കണം. എന്നിട്ട് ആരും കാണാതെ അസുറയുടെ ബെഡ്റൂമിൽ കയറി ഒളിച്ചിരിക്കണം. അവൾ വുളു എടുത്തു വരുമ്പോൾ നീ അവളെ കയറി പിടിക്കണം. നിങ്ങൾ 2 പേരും ബെഡിലേക്ക് മറിഞ്ഞു വീഴണം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരും. വ്യഭിചരിച്ചവൻ നീയും അത് കണ്ട് സാക്ഷികളായ ഞങ്ങൾ 4 പേരും രാജാവിൻ്റെ മുമ്പിൽ സാക്ഷികളായി നിന്നാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ആസൂറ ബീവിക്ക് വധശിക്ഷ ഉറപ്പാകും. പക്ഷേ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. ഈ കാര്യം അബ്ദുറഹ്മാൻ്റെ 4 കൂട്ടുകാർ സെയ്ദിനോട് പറഞ്ഞപ്പോൾ സെയ്ദ് പറഞ്ഞു, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹതിയായ അവരെ ചതിക്കാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷേ അവർ 4 പേരും കൂടെ കാശ് കൊടുത്ത് സെയ്ദിനെ അവരുടെ ഭാഗത്താക്കി. അന്ന് രാത്രി ഈ ചതി അറിയാൻ